ഒരു സർക്കാരിന്റെ യഥാർത്ഥ ലക്ഷ്യവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും മനസ്സിലാക്കാൻ ആ സർക്കാർ നിയമസഭയിൽ കൊണ്ടുവരുന്ന നിയമനിർമ്മാണങ്ങളുടെ മുൻഗണനകൾ ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി രാജ്യം കണ്ട പ്രധാന നിയമനിർമ്മാണങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ശ്രദ്ധ എവിടെയാണ് പതിഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാകും. രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, പൗരാവകാശങ്ങൾ, ക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നിവയിലായിരുന്നില്ല, പകരം കേവലം രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്കും പ്രത്യയശാസ്ത്രപരമായ അജണ്ടകൾക്കുമാണ് നിലവിലെ മുൻഗണന നൽകിയിട്ടുള്ളതെന്നാണ് വിമർശനം. മുൻകാല സർക്കാരുകൾ രാജ്യത്ത് കൊണ്ടുവന്ന ചില പ്രധാന നിയമനിർമ്മാണങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തിയാൽ അത് പ്രധാനമായും പൗരാവകാശങ്ങൾ, സാമൂഹിക ക്ഷേമം, സാമ്പത്തിക പരിഷ്കരണം, സുതാര്യത എന്നീ മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് കാണാം. രാജ്യത്തെ ഭരണനിർവഹണത്തിൽ സുതാര്യത ഉറപ്പുവരുത്താനും പൗരന്മാർക്ക് ചോദ്യം ചെയ്യാനുമുള്ള അധികാരം നൽകാനും വേണ്ടി കൊണ്ടുവന്ന വിപ്ലവകരമായ നിയമമായിരുന്നു വിവരാവകാശ നിയമം. കൂടാതെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് രാജ്യത്തെ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. രാജ്യത്തെ പൗരന്മാർക്ക് ഭക്ഷണം ഒരു അവകാശമായി ഉറപ്പുവരുത്തിയതാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്താൻ ലക്ഷ്യമിട്ട നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. ലൈസൻസ് രാജ് നിർത്തലാക്കിയതും സാമ്പത്തിക ഉദാരവൽക്കരണവും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകി. ചുരുക്കത്തിൽ രാജ്യത്തെ പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങളെയും ക്ഷേമത്തെയും ശാക്തീകരണത്തെയും അടിസ്ഥാനമാക്കിയുള്ള നിയമങ്ങളായിരുന്നു മുൻഗണനാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിയമനിർമ്മാണ മുൻഗണനകളിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. സുതാര്യതയും ക്ഷേമവും എന്നതിൽ നിന്ന് മാറി പ്രത്യയശാസ്ത്രപരമായ ഏകീകരണത്തിലും രാഷ്ട്രീയ ധ്രുവീകരണത്തിലുമാണ് നിലവിലെ സർക്കാരിന്റെ ശ്രദ്ധയെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. BJP സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന നിയമങ്ങളിൽ പലതും രാജ്യത്തിന്റെ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതും പൊതുജന പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതുമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കാൻ ശ്രമിക്കുകയും രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. ഇത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നു എന്ന വലിയ വിമർശനം നേരിടുന്നു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഭരണഘടനാപരവും രാഷ്ട്രീയപരവുമായ നിരവധി ചോദ്യങ്ങൾ ഉയർത്തി. മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സാമൂഹിക വിഷയത്തിൽ ഇടപെടലായി വിമർശിക്കപ്പെട്ടു. ചർച്ചയിലുള്ള ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തെ വൈവിധ്യമാർന്ന സമുദായങ്ങളുടെ വ്യക്തി നിയമങ്ങളെ ഇല്ലാതാക്കി ഏകീകൃത നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇത് വ്യക്തിപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഈ നിയമങ്ങൾ പലതും രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്കോ തൊഴിലില്ലായ്മയ്ക്കോ വിലക്കയറ്റത്തിനോ പരിഹാരം കാണുന്നില്ല. പകരം പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ മാത്രമാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ഇതിനപ്പുറം BJP സർക്കാരിന്റെ മുൻഗണനകളിൽ അധികാരം കേന്ദ്രീകരിക്കാനുള്ള ശ്രമങ്ങളും കാണാം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ, നിയമത്തിൽ വരുത്തിയ ഭേദഗതികൾ വ്യക്തികളെ ഭീകരരായി പ്രഖ്യാപിക്കാൻ സർക്കാരിന് കൂടുതൽ അധികാരം നൽകി. ഇത് രാജ്യത്തെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റമായി വിമർശിക്കപ്പെട്ടു. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന ആരോപണം നേരിട്ട വിവാദമായ കാർഷിക നിയമങ്ങൾ രാജ്യത്തെ കർഷകരുടെ ചരിത്രപരമായ പ്രതിഷേധത്തിന് കാരണമായി. ഒടുവിൽ കർഷകരുടെ മുന്നിൽ സർക്കാരിന് ഈ നിയമങ്ങൾ പിൻവലിക്കേണ്ടിയും വന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകളുടെ സുതാര്യത ഇല്ലാതാക്കിയ ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയത്തിലെ കള്ളപ്പണത്തെയും കോർപ്പറേറ്റ് താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനാണ് സഹായിച്ചതെന്ന വിമർശനവും ശക്തമാണ്. ചുരുക്കത്തിൽ, ഒരു വശത്ത് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും നടപ്പിലാക്കാനും നിയമം കൊണ്ടുവന്നപ്പോൾ മറുവശത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രത്യയശാസ്ത്ര നിയമങ്ങളും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സഹായിക്കുന്ന നിയമങ്ങളുമാണ് മുൻഗണനാ പട്ടികയിൽ ഇടം നേടിയത്. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു പ്രവണതയാണ്. ഒരു ജനാധിപത്യ സർക്കാരിന്റെ മുൻഗണനകൾ എപ്പോഴും രാജ്യത്തെ പാവപ്പെട്ടവനും സാധാരണക്കാരനും നീതി ഉറപ്പാക്കുന്നതിലായിരിക്കണം. എന്നാൽ നിലവിലെ മുൻഗണനകൾക്ക് പിന്നിൽ രാജ്യത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളെക്കാൾ വലിയ രാഷ്ട്രീയ താൽപര്യങ്ങളും പ്രത്യയശാസ്ത്ര അജണ്ടകളുമാണെന്ന നിരീക്ഷണമാണ് പ്രബലമാകുന്നത്.